Hi, Namaste, welcome back to my channel Mintra. Nifty ആയിട്ട് ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയ ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞാൽ 23 ഒക്ടോബറിൽ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് 1 മണിക്ക് ശേഷം വന്ന ഡൗൺഫോളിലും നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ കാണിച്ച പെർഫോമൻസും ഇതിനകത്ത് പ്രോപ്പർ എൻട്രി എടുക്കുന്ന വിധം എങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത്, നമുക്ക് റിവേഴ്സിൽ ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ മോർണിംഗിൽ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കിയെങ്കിലും സോഫ്റ്റ്വെയർ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിരുന്നില്ല. അവിടെ തിരിച്ച് മാർക്കറ്റ് കയറാൻ ചാൻസ് ഉണ്ടെന്ന് അവിടെ കറക്റ്റ് സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 1:30 ശേഷം വന്ന ഡൗൺഫോളിൽ നിന്ന് മാർക്കറ്റ് നല്ല ഇറക്കം വന്നത്. അവിടുന്ന് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് 153 പോയിന്റ്സ് മാർക്കറ്റ് ഇറങ്ങി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആ സമയത്ത് നമുക്ക് ലാസ്റ്റ് വന്ന സെൽ ഇൻഡിക്കേഷൻ അവിടെ ആരോ തന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ സിഗ്നൽ വന്ന സമയത്ത് തന്നെ നമുക്ക് ക്യാൻഡിൽ കളർ റെഡും താഴെ ഉള്ളിട്ട് റെഡും വന്നിട്ടുണ്ട്. അവിടെ അടുത്ത ക്യാൻഡിൽ നമ്മൾ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് അവിടെ താട്ടിറങ്ങി. അവിടെ നല്ല റിട്ടേൺ ആയിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി. പിന്നെയും രണ്ടാമതൊരു ഇറക്കം വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 3 മണിക്ക് ശേഷമാണ്. അവിടെ നിന്നും നല്ല റിട്ടേൺ ആണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആ കറക്റ്റ് ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. ബൈ സൈഡ് ആണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗ് ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആകുമായിരുന്നു. അവിടുന്ന് നമ്മൾ റെസിസ്റ്റൻസിനെ കട്ടി ചെറിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഇറങ്ങിയില്ല. പക്ഷെ ഇവിടുന്ന് റിട്രേസ്മെന്റ് വന്നു. സോഫ്റ്റ് അവിടെ താഴെ ഗ്രീൻ ഐസ് തിരിച്ച് കയറുമെന്നാണ് പറയുന്നുണ്ട്. രണ്ടാമത് ഇവിടുന്ന് പിന്നെയും കയറിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. 2 ട്രേഡുകൾ ഷോർട്ട് ആയിട്ടുള്ള, അതായത് സ്കാൽപ്പിംഗ് പോർഷൻ ആയിട്ട് നമുക്ക് അവിടെ കിട്ടിയായിരുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ തന്നെ നല്ലൊരു ഹൈക്ക് അടിച്ച് പിന്നെ രണ്ടാമത് പിന്നെയും കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി വന്നിരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സെല്ലും വന്നിട്ടുണ്ട്. ലാസ്റ്റ് സെല്ല് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷം വന്നാണ് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് കൺഫേം അല്ലായിരുന്നു. റെഡ് ആയിരുന്നെങ്കിൽ താഴെ റെഡിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ താഴ്ത്തിറക്കമാണ്. നല്ല റിട്ടേൺ ഉണ്ടായിരുന്നു. 340 പോയിന്റുകൾ ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺസേർട്ട് ആയിട്ടുള്ള സ്ട്രൈക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം പുട്ടാണ് എടുക്കണമെങ്കിൽ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് കൺഫർമേഷൻ 55 അപ്പോൾ 50 നമുക്ക് ഏതാണ് പുട്ട് എടുക്കേണ്ടത് അവിടെ ആഡ് ചെയ്ത് വെച്ചാൽ കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 58 പുട്ട് എടുത്തിട്ടുണ്ട്. 58 പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ സൈഡ് വന്ന് കൺഫർമേഷൻ കിട്ടി. അപ്രോക്സിമേറ്റ് 142 കയറി നമുക്ക് 238 വരെ കയറിയിട്ട് പിന്നെ ഒരു ഡിപ്പ് വന്ന 157 പിന്നെയും കയറി. അവിടുന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ 269 വരെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺ ആയിരുന്നു. ഇപ്പം നമ്മുടെ സോഫ്റ്റിൽ അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഡൗൺ സൈഡിൽ ഒരു ഡൗൺ സിഗ്നലായിട്ട്, അതായത് ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് അവിടെ തരാത്തത് കൊണ്ട് കൺഫർമേഷൻ ഇല്ല. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു അതായത് മാർക്കറ്റ് മേലെ കയറിയിട്ടില്ല, തിരിച്ചിറങ്ങും തന്നെ പറയുന്നുണ്ട്. താഴെ റെഡായതുകൊണ്ട് അത് ഹോൾഡ് ചെയ്യാം. പക്ഷെ അവിടെ പ്രീമിയത്തിന് സിഗ്നൽ വന്നാൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ട്രേഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് തിരിച്ച് റിവേഴ്സ് പോകും. അപ്പോൾ അഥവാ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തില്ലെങ്കിൽ അടുത്ത ട്രേഡ് എടുക്കാനുള്ള അവസരം സോഫ്റ്റ് അവിടെ റീ എൻട്രി സെഷൻ ആയിട്ട് തരും. അല്ലെങ്കിൽ രണ്ടാമത് മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറാൻ അവിടെ പുതിയ സിഗ്നൽ തരും. ഇപ്പോൾ ലാസ്റ്റ് വന്ന സിഗ്നലാണ് മേലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈം, എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 30 പോയിന്റോളം കയറിയിട്ടുണ്ട്. അവിടുന്ന് 1 മിനിറ്റ് നോക്കിയാൽ കാണാം. ചെറിയ ട്രേഡിലാണ് 1 മിനിറ്റ് കിട്ടുന്നത്. 1 മിനിറ്റിൽ ലാസ്റ്റ് 3 മണിക്ക് ശേഷം വന്ന അപ് ട്രെൻഡ് ചെയ്യുന്ന 183 കയറിയാണ്. അവിടുന്ന് നല്ല ഹൈക്ക് 86 പോയിന്റുകൾ അടിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് മോർണിംഗ് സെക്ഷനിലും ക്ലോസിംഗ് സെഷൻ നമുക്ക് 1 മിനിറ്റ് വൈസ് ചാർട്ട് വെച്ചിട്ട് നല്ല റിട്ടേൺ എടുക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ തരും. ഇത്രയും ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഒരു സിഗ്നൽ വന്ന് കൺഫേം ആണോ നോക്കുക. കൺഫർമേഷനായിട്ട് അടുത്ത ഞാൻ ട്രേഡ് എടുക്കുക. ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ട്രേഡ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കേണ്ട. അപ്പോൾ അത് നമ്മൾ 1 മിനിറ്റും കൂടെ ഇടുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. 1 മിനിറ്റ് ചാർട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ വന്ന അപ്സൈഡിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് രണ്ടാമത് ബ്രേക്ക് ചെയ്ത് ഇവിടുന്നാണ് അവിടുന്ന് കയറിയിട്ടുണ്ട്. അവിടെ നമ്മൾ കൺസേൺഡ് സ്ട്രൈക്ക് ഇവിടെ ഞാൻ 26,000 കോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ഏതാണ് നമ്മൾ സ്ട്രൈക്ക് വേണ്ടത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 26,000 കോൾ ഓപ്ഷന് മോർണിംഗിൽ തന്നെ എൻട്രി വന്നതാണ്. രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത 178 എന്നാണ്. അവിടുന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയി 235 വരെ പോയ പോർഷനാണ്. അപ്രോക്സിമേറ്റ് 10 മണിക്ക് മുമ്പ് നമുക്ക് നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്.
കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവിൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻട്രി, എക്സിറ്റ്, അതേപോലെ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺ തിരിച്ചറിയാം, ആക്യുറേറ്റ് ട്രേഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, റിവേഴ്സിൽ പോകുന്ന പോർഷൻ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെ തരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം.